Dear students, ഇന്ത്യയിലെ 7 ഐസറുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിലെ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുക. 3 ഡിഫറൻറ്റ് ചാനലുകൾ വഴി ഐസറിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭ്യമാണ്. ഒന്ന് KVPY സ്കോളേഴ്സിന്, 2 JEE അഡ്വാൻസ്ഡിന് 15,000 ഉള്ളിൽ റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക്, അതോടൊപ്പം തന്നെ SCB ചാനൽ, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ് ചാനൽ എന്നാണ് മീനിങ്. അതിന് പ്രത്യേകിച്ച് ഐസർ നടത്തുന്ന ആ എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ടുഗദർ 60 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഫിസിക്സിൽ നിന്നുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. 3 മണിക്കൂർ എക്സാമാണ് ടോട്ടലായിട്ട് നമുക്ക് ലഭിക്കുക. കമ്പ്യൂട്ടർ മോഡാണ്. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് ലഭിക്കുമ്പോൾ ഓരോ തെറ്റിന് ഓരോ മാർക്ക് കുറയ്ക്കുമെന്നുള്ള കാര്യം ഓർക്കുക. സോ നമുക്ക് 2019 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തിയറി അറിയുകയും ആഴത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം മറക്കരുത്. സോ നമ്പർ 46th ക്വസ്റ്റ്യനിലെ ആദ്യത്തെ 45 ക്വസ്റ്റ്യൻസ് മറ്റ് 3 സബ്ജക്ട്സുകൾക്കാണ്. സോ ഹിയർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is rotating in a circular orbit of radius r under the action of gravity in the presence of another stationary particle of very large mass capital M. അപ്പോൾ നമുക്ക് സെൻറ്റർ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ എമ്മിനെ പ്രതിഷ്ഠിക്കാം. സോ R റേഡിയസിലെ ഒരു സർക്കുലർ പാത്തിലാണ് നമ്മളുടെ സ്മോൾ എം എന്ന് പറയുന്ന മാസ് മൂവ് ചെയ്യാം. അപ്പോൾ സർക്കുലർ പാത്താവുമ്പോഴേ തന്നെ അവിടെ മനസ്സിൽ ഓർക്കണേ, നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. കൺസിഡർ ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് 0 അറ്റ് ഇൻഫിനിറ്റി സെപ്പറേഷൻ. If the total energy of the rotating particle is capital E, then which of the following expressions correctly represents the angular momentum of the particle? So നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഫില്ല് ചെയ്താൽ നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് Gmm ദ ഡിവിഷൻ ബൈ ദ സെപ്പറേഷൻ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു R ക്യാൻസൽ ആയിട്ട് മാറി. സോ അത് ബേസ് ചെയ്ത് നമുക്ക് എഴുതാം Gmm ഡിവിഷൻ ബൈ ദറ്റ് സ്മോൾ r ദാറ്റ് ഈസ് ഈക്വൽ ടു V സ്ക്വയർ. സോ അതോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ദ ടോട്ടൽ എനർജി ഈസ് ഗിവൺ ആസ് ടോട്ടൽ എനർജി ക്യാപിറ്റൽ E ആണെങ്കിൽ വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു Gmm ഡിവിഷൻ ബൈ 2r. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ Gmm ഡിവിഷൻ ബൈ that r is equal to നമുക്ക് Gmm by 2r എടുത്തു കഴിഞ്ഞാൽ we can write it to be as is equal to minus e ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് just substitute for see here Gmm by r, so that is equal to minus 2e minus സോ ഒരു കാര്യം ഓർക്കണേ, ഇവിടെ നമുക്കൊരു എം കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നമുക്കവിടെ ക്യാൻസലായി പോയെന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ Gm we can substitute as Gm by r എന്ന് പറയുമ്പോൾ so Gm by r is equal to minus 2e by m. So that is important. So minus 2e by m, that is equal to V square. അപ്പോൾ അവിടെ നമുക്ക് Vക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. So V is equal to root of minus 2e by m. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആങ്കുലാർ മൊമെൻ്റം ആണ് അല്ലേ. നമുക്കൊരു സർക്കുലർ പാത്താണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് mv ഇൻറ്റു r ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 2e by m ഇൻറ്റു നമുക്ക് r. അപ്പോൾ ഈ എമ്മിനെ ഉള്ളിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഈ ആറിനെ എടുത്താൽ r ഇൻറ്റു റൂട്ട്
half, that is minus 2em square by m. അപ്പോൾ ഒരു m ക്യാൻസൽ ആയിട്ട് മാറി. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് r into root of minus 2em. സോ അത് ബേസ് ചെയ്ത് നമുക്ക് ബി എസ് ദി ആൻസർ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഓർക്കുക, നമ്മളിവിടെ ഉപയോഗിച്ച വളരെ പ്രധാനപ്പെട്ട 3 ആസ്പെക്ട്സുകൾ ഓർക്കുക. ഒന്ന്, ഒരു സർക്കുലർ മോഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഓർമ്മയിലിരിക്കട്ടെ. രണ്ടാമത്തത്, ഒരു സർക്കുലർ മോഷൻ, അതിൽ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിൻ്റെ എനർജി എന്നുള്ള ഒരു ആസ്പെക്റ്റ് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മതി. എനർജി, ദ ടോട്ടൽ എനർജി ഈസ് മൈനസ് g(m)/2 ആണ്. Then the third very important concept is the angular momentum. So that is equal to the linear momentum into that perpendicular separation. So here we can take as a MVR. That is very important. We can move with the question number 47. A point electric charge Q is placed at the corner of a cube as shown in the figure. What is the electric flux passing through the shaded surface A, B, C, D of the cube? So ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലേസ്ഡ് ഓൺ ദ കോർണർ എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ വരുന്നത് നല്ലതായിരിക്കും. സോ ഐ ആം ഡ്രോയിങ് എ ബിഗർ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്യൂബ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, അപ്പോൾ ആ ക്യൂബ് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. നമുക്കറിയാം, ഗോസസ് തിയറി പ്രകാരം ദാറ്റ് ഫ്ലക്സ് കമ്മിങ് ഫ്രം എ സർഫസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്, ദ ഡിവിഷൻ ബൈ ε0. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗേഷ്യൻ സർഫസ് ആണ് അതിൽ ഏറ്റവും ഈസിയോടെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുക. അപ്പോൾ സോ അതിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സി, അപ്പോൾ നമ്മളൊരു ബിഗറായിട്ടുള്ള ക്യൂബ് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കോർണർ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇതിൻ്റെ മിഡിൽ ആയിട്ട് വരണം എന്നുള്ള തരത്തിലാണ് ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, സി ദിസ് ഈസ് ദ സ്ട്രക്ചർ. അപ്പോൾ നമ്മളുടെ ഇതാണ് കോർണറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂ ഈസ് ദിയർ. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫേസിൽ നിന്ന് പുറത്തു വരുന്നത് എന്തെന്നാണ്. ഇപ്പോൾ ഈ ക്യാപിറ്റൽ ക്യൂ സെൻറ്റർ ഓഫ് ദിസ് ബിഗർ വൺ, ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇത് ബേസ് ചെയ്യുന്ന ഈ ഒരൊറ്റ ക്യൂബിൻ്റെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് ഈസിനെസ് വരാൻ വേണ്ടി നമ്മൾ ഈ കോർണറിനെ ഈ ബിഗർ ക്യൂബിൻ്റെ സെൻറ്ററിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈസിയായി ദാറ്റ് ടോട്ടൽ ചാർജ് ഡിവിഷൻ ബൈ ε0. പക്ഷെ നമ്മുടെ ഷെയ്ഡഡ് ആയിട്ടുള്ള സർഫസ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള 8 എണ്ണം ചേർന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാളും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഒരു ഷെയ്ഡഡ് റീജിയനിൽ നിന്ന് എന്തെന്നാണ്. അങ്ങനെ എത്ര ഷെയ്ഡഡ് റീജിയൻസ് ഉണ്ടെന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഒരു ഫേസിൽ തന്നെ നമുക്ക് 4 എണ്ണമുണ്ട്, അങ്ങനെ 6 ഫേസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാം ദാറ്റ് ടോട്ടൽ ഫ്ലക്സ് ഈസ് കമ്മിങ് ഫ്രം 24 സ്മോളർ ഫേസസ്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഫ്രം എ ഫേസ് എന്ന് പറയുന്നത് Q ഡിവിഷൻ ബൈ 24 ε0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ആൻഡ് വി ക്യാൻ ടേക്ക് D as the answer. See the question number 48. Neutral gas molecules, each of mass small m, are at a temperature capital T in a container at 0 gravity. How does the average de Broglie wavelength lambda of a molecule depend on temperature? നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, see, if a material particle is in thermal equilibrium at a temperature capital T, a material particle is in thermal equilibrium at a temperature T, then നമുക്ക് ഈസിയായിട്ട് നമുക്കറിയാം ഇറ്റ്സ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mv². അതിന് നമുക്ക് മൊമെൻറ്റത്തിൻ്റെ രൂപത്തിൽ p²/2m ആയിട്ട് എഴുതിയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 kT. സോ ദാറ്റ് ദ റിലേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
സോ അത് ബേസ് ചെയ്ത് നമുക്ക് പീക്ക് എക്സ്പ്രഷൻ എഴുതിയാൽ നമുക്കിവിടെ 2 ക്യാൻസൽ ആയിട്ട് മാറുകയാണ്. പി എന്ന് പറയുന്നത് √3m⁻⁰ ആയിട്ട് മാറുന്നു. ഇതാണ് ന്യൂട്രൽ പാർട്ടിക്കിളുടെ മൊമെന്റം ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡി ബോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ = h/p ആണ്. So that is equal to h division by p. P is nothing but equal to √3m into kT. So lambda എന്ന് പറയുന്നത് proportional to 1/√t ആണ്. So that is equal to 1/t². So that is the aspect there. So C is the answer. So we can move with the question number 49. Consider a particle of unit mass being thrown with an initial velocity v0, making an angle phi with the horizontal. What is the magnitude of the angular momentum of the particle about the point projection at a time t after its projection while it is in flight? അപ്പോൾ നമുക്ക് ഒരു ഒബ്ലിക് പ്രൊജക്ഷൻ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ v0 വെലോസിറ്റിയിൽ ഫൈ എന്ന് പറയുന്ന ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തു, ഒരു ഒബ്ലിക് പ്രൊജക്ഷൻ നടന്നു. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ദേ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വി കൻ ഈസിലി സേ ദാറ്റ് ആർ ക്രോസ് പി. അപ്പോൾ നമ്മൾ ആറും പിയും നമ്മൾ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ആർ എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് ഈ എൻഡ് പോയിന്റാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പൊസിഷനിലെ ലീനിയർ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഈ തരത്തിലായിരിക്കും വരിക. ഇൻറ്റു ലീനിയർ മൊമെന്റം ഇൻറ്റു ആർ ദ സെപ്പറേഷൻ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് അല്ലേ. അപ്പോൾ നമുക്കതിന് RI എന്ന് നമുക്ക് കൊടുക്കാം. ഇനി പി എന്താണ്? അപ്പോൾ നമ്മൾ v0 എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് അതിനെ വിടുന്നതെങ്കിൽ ആ v0യെ നമുക്ക് 2 കമ്പോണന്റുകളായിട്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ ഇത് ഫൈ ആണെങ്കിൽ ഈ ആംഗിൾ ഫൈ ആയിരിക്കും എന്ന് നമുക്കറിയാം. സോ ദിസ് ആംഗിൾ വിത്ത് ദിസ് വെലോസിറ്റി ബിക്കം v0 cos ഫൈ ആകും. ഇതെന്ന് പറയുന്നത് v0 sin ഫൈ ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് v0 cos phi I minus that is v0 sin phi j. That is a very important concept. And see the very important one, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റം ആണ്. അപ്പോൾ മൊമെന്റം എന്ന് പറയുമ്പോൾ ഓർക്കുക m into v ആണ്. സോ m v0 cos phi I മൈനസ് m v0 sin phi j. അപ്പോൾ നമുക്ക് ആർ ക്രോസ് പി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആർ ക്രോസ് പി വരുമ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ I J K നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആറിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് വെറും ക്യാപിറ്റൽ R മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദെൻ മൊമെന്റം എന്ന് പറയുമ്പോൾ അവൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് m v0 cos ഫൈവും y കമ്പോണൻ്റ് മൈനസ് m v0 sin ഫൈവും k കമ്പോണൻ്റ് 0യാണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് 0 ആകുന്നു, കാരണം ഈ 2 വാല്യൂസും. അപ്പോൾ ജെ കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് ജെയുടെ വാല്യൂ ഉണ്ട്. സോ മൈനസ് ജെ ഇൻറ്റു ജെയുടെ വാല്യൂ എടുക്കുമ്പോൾ 6/0 സോ 2 വാല്യൂസും 0 ആയി മാറുകയാണ്. പിന്നെ നമുക്ക് വരുന്നത് കെ കമ്പോണൻ്റ് ആണ്. സോ കെ കമ്പോണൻ്റ് വരുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയി വരുന്നത് r into this much അല്ലേ. സോ r into മൈനസ് m v0 sin phi. ഇതാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം നമ്മളൊന്ന് കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ r എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാം റേഞ്ച് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം അത് v0 സ്ക്വയർ ഇൻറ്റു 2 sin തീറ്റ കോസ് തീറ്റ ദ ഡിവിഷൻ ബൈ ജി എന്ന് വെച്ചാൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി തന്നെയാണ്. അതിനെ 2 sin തീറ്റ കോസ് തീറ്റ ബൈ ജി ആയിട്ട് നമ്മൾ എഴുതി. ഇൻറ്റു അവിടുത്തെ ആംഗിൾ ഓർക്കണേ ഫൈ ആണ്. സോ ദാറ്റ് മച്ച് ഇൻറ്റു റേഞ്ച് ഇൻറ്റു m v0
ദാറ്റ് സൈൻ ഫൈ. ഇത്രയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ, അപ്പോൾ ഇവിടെ ഒരു എം ഉണ്ട്, ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ എം എന്ന് പറയുമ്പോൾ 1 വാല്യൂ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ചോയ്സസ് എല്ലാം എടുക്കുമ്പോൾ അവൻ്റെ ടൈമുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. സാധാരണ ഒരു എൻഡ് പോയിന്റ് വരുമ്പോൾ നമുക്കുള്ള ടൈം എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 2u sin theta by g ആണ് അല്ലേ. അപ്പോൾ ഈ 2 നമുക്ക് എടുക്കാം, ഒരു v0 എടുക്കാം, ദാറ്റ് 2u sin theta by g. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സൈൻ തീറ്റ എടുത്തു, ജി എടുത്തു. ഇനി അടുത്ത ഒരു 2 അവിടെ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മളൊരു 2 അവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അതോടൊപ്പം ഡിവൈഡ് ചെയ്തു. ദെൻ ഈ u0 ബാലൻസ് ഉള്ള ഒരു v0 അവിടെ നിന്ന് എടുത്തു, പിന്നെ ഒരു സൈൻ ഫൈ നമ്മൾ എടുത്തു, വീണ്ടും ഒരു ജി അവിടെ ഇല്ല, അതുകൊണ്ടൊരു ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം അതിനെ ആ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പാറ്റേണിലേക്ക് നമ്മൾ എടുത്തു. ഇനി ബാലൻസ് ആയിട്ടുള്ളത് ഒരു v0 ഉണ്ട്, പിന്നെ ഒരു കോസ് ഫൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായി, g/2. അപ്പോൾ ഒരു മൈനസ് സൈൻ ഓൾറെഡി ഉള്ള കാര്യം മറക്കരുത്. സോ -12 g ഇൻറ്റു t² ഇൻറ്റു ദാറ്റ് v0 cos phi. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദേ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യതയുടെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ബി ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. മറ്റു മെത്തേഡുകളുണ്ട്. കാരണം നമുക്കെപ്പോഴും ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ആർ ക്രോസ് പി മാത്രമല്ല, ലീനിയർ മൊമെൻറ്റം ദെയർ ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എടുക്കാം, അതല്ലെങ്കിൽ സെപ്പറേഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് മൊമെൻറ്റം എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്സ് വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇത് നിങ്ങൾക്കൊരു അല്പം കൂടെ ഈസി ആയിരിക്കും. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 50. Consider 2 long thin conductors A and B, each carrying current I as shown in figure. Considering A to be a point, A to be fixed, which of the following statement is correct? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിലുള്ള നെറ്റ് ഫോഴ്സ് എന്താണ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ -x ആക്സിസിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ടോർക്കാണ്. ഇതാണ് ബി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, ഇതിനൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ, കാരണം എയിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അപ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇവൻ ഇരിക്കുന്നു. അതെങ്ങനെയാണ് നമുക്കൊന്ന് ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, -x ആക്സിസിലേക്കൊന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടക്ടർ, ഒരു കണ്ടക്ടറിനെ നമുക്ക് സ്വാഭാവികമായിട്ട് സെൻറ്ററിൽ വെക്കാം. അപ്പോൾ നമ്മളെ നോക്കി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് ചുറ്റുമായിട്ടാണ് കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ ബി എന്ന് പറയുന്ന കണ്ടക്ഷൻ. അപ്പോൾ നമ്മുടെ +x പൊസിഷനിൽ നിന്ന് -xയിലേക്ക് നോക്കുകയാണേ. അപ്പോൾ ഇനി ബിയുടെ വര നമുക്ക് വരയ്ക്കേണ്ടതാണ്. ദാറ്റ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ബിയുടെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കുന്നത്? സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു എൻഡിലേക്ക് വരും മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ഇവിടെ കറണ്ട് ഐ മേപ്പോട്ടാണ് വരുന്നത്. അതേപോലെ ഈ എൻഡിൽ വരുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇതാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലുണ്ടെങ്കിൽ I × L × B ആണെന്നുള്ള ഒരു ഫോർമുല നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയേ, L × B. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും ആ കൺസെപ്റ്റ് വരുന്നത്? അപ്പോൾ അത് ഉറപ്പായിട്ടും ക്രോസ് ചെയ്തു പോയാണ് അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? L × B. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്? അപ്പോൾ ഇവൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഈ തരത്തിൽ ആണ് അല്ലേ. യെസ്, ഈ തരത്തിലാണ്. അപ്പോൾ ഇവൻ അങ്ങോട്ട് പോകും. സ്വാഭാവികപരമായിട്ട് അവിടെ ഉണ്ടാകുന്നത് ഒരു ക്ലോക്ക് വൈസ് ടോർക്കാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു. സോ വി കെറ്റ് ദ ആൻസർ ആസ് ഡി ചോയ്സ്. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 51. What is the kinetic energy of molecules of an ideal gas leaking freely through an orifice of a container
which has n molecules at pressure P in volume V. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിനകത്ത് n molecules ഉണ്ടെന്ന് വിചാരിക്കാം, each having the mass small m in a container of volume V. അവിടെ നമ്മൾ ഈ മോളിക്യൂൾസ് എക്സോർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ റിലേഷൻ നമുക്കറിയാം. We can write it to be as PV is equal to nm division by 3 into Vrms square. So that is a very important concept. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ വേണ്ടി we can just multiply and divide with 2. Then we can take this m together here. So half m into Vrms square. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഒരു 3 ഉള്ള കാര്യം മറക്കരുത്, 2/3 n ഇൻറ്റു കൈനറ്റിക് എനർജി. അതാണ് പി വി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് കൈനറ്റിക് എനർജിയുടെ റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 PV ഡിവിഷൻ ബൈ ദാറ്റ് 2 ഇൻറ്റു n. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. സോ അങ്ങനെ വരുമ്പോൾ വി ക്യാൻ കോട്ട് ദ ആൻസർ എസ് എ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കൈനറ്റിക് തിയറിയിലെ നമ്മുടെ എം മോളിക്യൂൾസ് വാൾസിൽ വന്നിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറും അതിൻ്റെ സ്പീഡുമായിട്ടുള്ള റിലേഷനാണ്. അത് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 52. ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. പല മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ചിലർ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഓരോ ചോയ്സ് എടുത്തിട്ട് അതിൽ ഓരോ പാരാമീറ്ററിൻ്റെയും ഡയമെൻഷൻസ് കൊടുത്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ചിലരല്ലെങ്കിൽ ഡെറിവേഷൻ എന്ന് പറയുന്ന മെത്തേഡിലേക്ക്. അപ്പോൾ സമയക്രമം ആലോചിച്ച് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സ്പ്രഷൻ ഫോർ എനർജി ഇൻ ടേംസ് ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഏജ് ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ് c ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ G. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു കാര്യം, ഡെറിവേഷൻ കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ വി ഹാവ് ടു അറേഞ്ച് ദാറ്റ് ഇ ഇൻ ടേംസ് ഓഫ് എച്ച്, സി ആൻഡ് ക്യാപിറ്റൽ G. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറുകൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം ഇതിൻ്റെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. നമുക്കറിയാം എച്ച് എന്ന് പറയുന്നത് എനർജി ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡിവിഷൻ ബൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml²T⁻⁻1 ആയിരിക്കും. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, സോ L⁻⁻1. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ G, ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Fr² ഡിവിഷൻ ബൈ m² ആണ് ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. വി ഗെറ്റ് ദ വാല്യൂ ആസ് m⁻⁻1 L³ T⁻². ആ തരത്തിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്താൽ ഇ എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ml²T⁻². ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എച്ച് എന്ന് പറയുന്നത് ml²T⁻1. അതിൻ്റെ പവറായിട്ട് നമുക്ക് പി എടുക്കാം. സോ ദാറ്റ് മച്ച് ഇൻറ്റു L⁻⁻1 Q ആൻഡ് ക്യാപിറ്റൽ G S is equal to m⁻⁻1 L³ T⁻², ദാറ്റ് റൈസ് ടു R. അപ്പോൾ നമ്മൾ ഓരോ പാരാമീറ്റർ വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ m⁻, that is and here from that we can take p and from this one as -r. അതേപോലെ എല്ലിൻ്റെ പവർ എടുക്കുമ്പോൾ from this bracket it is 2p and from this bracket plus q and from this bracket plus 3r. So 2p plus q plus 3r. ഇനി ടൈമിൻ്റെ പവർ നമ്മൾ സെലക്ട് ചെയ്താൽ ഫ്രം ദിസ് റിലേഷൻ ആസ് -p ആൻഡ് ദിസ് റിലേഷൻ ആസ് -q ആൻഡ് ദിസ് റിലേഷൻ ആസ് -2r. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ml²T⁻². ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലുമുള്ള ഡയമെൻഷൻസ് സെയിം ആണ്. അപ്പം എമ്മിൻ്റെ പവറായ 1 തന്നെ ആയിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എല്ലിൻ്റെ പവറായ 2 തന്നെ ആയിരിക്കണം 2p പ്ലസ് q പ്ലസ് 3r ആകേണ്ടത്. അതോടൊപ്പം തന്നെ ടൈമിൻ്റെ പവറായ -2 തന്നെ ആയിരിക്കണം -p -q -2r ആയി മാറുക. ദാറ്റ് ഈസ് 2 is equal to p പ്ലസ് q പ്ലസ് 2r. ദാറ്റ് ഈസ് ദ ആസ്പെക്റ്റ് there. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാല്യൂ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ റിലേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ അവിടെ ഇവനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 2pa p പ്ലസ് q
Q പ്ലസ് 2R പ്ലസ് R ആയിട്ട് എടുത്തിയാൽ ഇവന് പകരമായിട്ട് അവിടെ നമുക്ക് ഈ 2 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഈക്വൽ ടു P പ്ലസ് 2 പ്ലസ് R. അപ്പോൾ ഇത് 0 ആയി. So that is a very important one. That is P plus R is equal to 0. That is P is equal to minus R എന്നുള്ള കൺസെപ്റ്റ് ആയി. സോ അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആറിൻ്റെ വാല്യൂ മൈനസ് പി ആകുമ്പോൾ 2Pയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആകുന്നു. സോ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആയി മാറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് പി ആയിട്ട് മാറി. സോ -12 ആയിട്ട് മാറി. ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 - P - 2R ആണ്. സോ 2 - P എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ആണ്. സോ -2 × R ആണ്. സോ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -12 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ നമുക്കിവിടെ -1 വന്നു. അപ്പോൾ കൃത്യതയോടെ നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 - -12 +1 ആയിട്ട് മാറി. So 1/2 ആയി മാറി. So you get the value as is equal to that 5/2. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയിരിക്കുന്നത് ദാറ്റ് എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു H റൈസ് ടു P ആണ്. P ഈസ് ഹാഫ് ആണ്. C റൈസ് ടു Q ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ആണ്. ആൻഡ് ദാറ്റ് ക്യാപിറ്റൽ G റൈസ് ടു ദാറ്റ് -12. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: H റൈസ് ടു ഹാഫ് C റൈസ് ടു 5/2 ബൈ G റൈസ് ടു ഹാഫ്. അതിൽ ഹാഫ് എന്ന് പറയുന്നത് റൂട്ട് ആസ്പെക്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ആസ് H C റൈസ് ടു 5/G. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. സോ അത് പ്രകാരം നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 52 ക്വസ്റ്റ്യനിൽ B ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 53. A solid block on a frictionless surface is connected to a rigid support on the left and right side by spring constants K and 4K respectively. The time spent by the block in a complete cycle of oscillation on the left and the right side of the equilibrium position are TL and TR respectively. Which of the following is correct? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്രിക്ഷൻലെസ് സർഫസിലെ ഈ ബ്ലോക്ക് വിത്ത് ദ 2 സ്പ്രിങ്സ് ഹാവിങ് കോൺസ്റ്റൻസ് K1 ആൻഡ് K2 ആർ ആക്റ്റഡ് ആസ് എ പാരലൽ കോമ്പിനേഷൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് K1 + K2 ആയിട്ട് മാറുകയും ദാറ്റ് മീൻസ് 5K ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ കിട്ടുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × the mass under consideration by K effective ആയി മാറുമ്പോൾ we get the value as 2π × m division by that K effective is nothing but equal to 5K. That is very important one. So അത് ബേസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ആണ് അത് അസൈൻ ചെയ്യുന്ന, അത് ഓസിലേറ്റ് ചെയ്യുന്നത്, അത് തീരുമാനിക്കുന്നത് എഫക്റ്റീവ് K ആണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് സൈഡിലും അവന് ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. പകുതി എന്നുള്ള കാഴ്ചപ്പാടിൽ ഓർമ്മയിരിക്കട്ടെ. സോ C is the answer. We can move with the question number 54. A capacitor with the capacitance C0 consists of 2 concentric spherical conductors. If the radii of the inner and the outer spherical conductors are halved, what is the new capacitance? Spherical conductors നമ്മുടെ inner radii എന്ന് പറയുന്നത് say A ആയിട്ടും ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് സേ B ആയിട്ടുമാണ് പരിഗണിക്കുന്നതെങ്കിൽ അവൻ്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് എർത്തഡാണ്. ആ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് ഗിവൻ as C0, ദാറ്റ് ഈസ് 4πε0K. K എന്ന് പറയുന്നത് ഡയലക്ട്രിക് മീഡിയത്തിൻ്റെതാണ്. AB ഡിവിഷൻ ബൈ B - A. ഇപ്പം രണ്ടാമത്തെ കേസ് പറയുമ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസിൻ്റെയും വാല്യൂ പകുതിയായിട്ട് മാറുന്നു എന്നൊരു ആസ്പെക്റ്റ് ആണ്. സോ B/2 - A/2. സോ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ 1/2 ക്യാൻസലായി മാറിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു 1/2 ക്യാൻസൽ ആകുന്നു. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം: 4πε0K × ദാറ്റ് AB/2 ഒരു 2 ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ദെൻ B - A ആയിട്ട് മാറുകയാണ്.
So that means ഈ വാല്യൂ ഓൾറെഡി നമുക്കറിയാമെന്നുള്ള നമ്മുടെ ആദ്യത്തെ വാല്യൂ ആണ്. സോ C0/2. So we get the answer as is equal to the first choice. We can move with the question number 55. What is the time t taken by the capacitor in the given circuit the charge to 1/√2 pi of its full capacity? ഫുൾ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ദാറ്റ് ചാർജിങ് വിൽ ഹാപ്പൻ ഓൺലി അറ്റ് ദാറ്റ് ഇൻഫിനിറ്റ് ടൈം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ളി ചാർജ്ഡ് വരുമ്പോൾ ദാറ്റ് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് an insulator ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. എന്ന് വെച്ചാൽ അവൻ ഒരു ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കുകയാണ് ടു ദ DC കറണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ. അങ്ങനെ വരുമ്പോൾ ഈ സർക്യൂട്ടിലെ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് നമുക്ക് അവനെ കൺസിഡർ ചെയ്യാം എന്നർത്ഥം. ബാക്കി എലിമെൻസുകൾ അതേപടി നമുക്ക് ഒന്ന് നിലനിർത്താം. എന്നിട്ട് ഈ സർക്യൂട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സപ്പോസ് ഇവിടെ നിന്ന് ഒരു I കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇത് R ആണ്, ഇത് V ആണ്, ഇത് V ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്കിതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കിർച്ചോഫ്സിൻ്റെ രണ്ടാം റൂൾ പ്രകാരം നമ്മൾ പഠിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നുള്ള പൊട്ടൻഷ്യൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് ഹയർ പൊട്ടൻഷ്യലാണ്. സോ ഹിയർ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് നമുക്ക് മൈനസായിട്ട് എടുക്കാം. ഇവിടെയും +V ആണ് നമുക്ക് വരുന്നത്. ഇവിടെയും കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് -IR ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 2V എന്ന് പറയുന്നത് 2 × IR എന്ന് എടുക്കുന്നു. സോ I എന്ന് പറയുന്നത് V/R ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വി ക്യാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള കൺസെപ്റ്റ് കൂടെ, അവിടുത്തെ പൊട്ടൻഷ്യൽ VAയും ഇത് VBയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം VA. അപ്പോൾ നമ്മുടെ VA തുടങ്ങി VB വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്താൽ, സോ VA ദാറ്റ് -I × R, ദെൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയതുകൊണ്ട് +V, that should be equal to VB എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ VA - VB എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു IR - V. So that is equal to എന്താണ് I? V/R, that much into R minus V. V minus V is equal to 0. So that is a very important one. അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയി മാറുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ അവിടെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ, ചാർജ് ഓൺ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം it will happen or when the time is at infinity. That means A is the answer. The allowed energy levels of electrons in a hydrogen atom are given by En is equal to -13.6/n² electron volt. For electronic transition in hydrogen atom, what is the maximum frequency of the emitted photon that is under consideration? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, നമുക്കറിയാം ആറ്റമിക് സ്പെക്ട്രയിലെ ദ റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത് എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/n ഇനിഷ്യൽ സ്ക്വയർ മൈനസ് 1/nf². അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് മാക്സിമം ഫ്രീക്വൻസിയെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ദാറ്റ് NF എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് വരുന്നു, ഇവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂയിലേക്ക് മാറുന്നു. സോ 1/λ എന്ന് പറയുന്നത് R ഡിവിഷൻ ഇൻറ്റു 1/1 ആയിട്ട് മാറുന്നു. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫ്രീക്വൻസിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്താൽ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവിഷൻ ബൈ ലാംഡയാണ്. സോ 1/λ R ആയിട്ട് മാറുന്നു. സോ C × R ആയി. C എന്ന് പറയുമ്പോൾ 3 × 10⁸ ആണ്. ദെൻ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1.097 × 10⁻7 ആണ്. സോ വി ഗെറ്റ് ദ വാല്യൂ 3.291 × 10⁻15. That value we can write it to be 3.3 × 10⁻6 × 10⁻9 hertz. So that is we can write it to be gigahertz contribution. So we get to the answer as the C choice.
So dear one, we can move with the question number 57. Which of the following statement about the PV diagram of an ideal gas of fixed number of particles is incorrect? അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, the coincidence is possible only if the isothermal and adiabatic process starts or ends at the same pressure and volume. എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു കർവ് മാത്രമേ ഐസോതെർമലിൻ്റെ അല്ലെങ്കിൽ അഡയബാറ്റിക്കിൻ്റെ കൺസെപ്റ്റിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ മാത്രമേ ആ ഒരു ലിങ്കിങ് ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇത് ഐസോതെർമലായിരിക്കും, ഇത് അഡയബാറ്റിക് ആയിരിക്കും, ഓർമ്മയിരിക്കട്ടെ. അത് ബേസിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം. ഇനി ഐസോതെർമലും അഡയബാറ്റിക്കും തമ്മിൽ നമ്മൾ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐസോതെർമലിൻ്റെ ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് അറിയാം, പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അഡയബാറ്റിക് എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് പി വി റൈസ് ടു ഗാമ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പി വി ഷുഡ് ബി ഈക്വൽ ടു പി വി റൈസ് ടു ഗാമ. ഗാമയുടെ വാല്യൂ 1 ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം ഗാമ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1. സോ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സംഭവിക്കത്തില്ല. സോ വി ക്യാൻ ടേക്ക് ദ ആൻസർ ആസ് ദ ഡി ചോയ്സ്. We can move with the question number 58. A cube, a cylinder of height equal to its diameter, and a sphere, all solid, are made of the matter and are of identical mass. If all the three shapes having the initial temperature as 50 degrees Celsius are put in a large reservoir at 10 degrees Celsius, then which of the above three shapes cools fastest? അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫാസ്റ്റസ്റ്റ് ആയിട്ട് കൂളിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. അപ്പോൾ എമംഗ് ദ ത്രീ ആർക്കാണ് നമ്മളുടെ സർഫസ് ഏരിയ കൂടുതൽ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അതിൽ ആദ്യം നമുക്ക് ക്യൂബാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എ ആണ്, അതിൻ്റെ സൈഡെങ്കിൽ 6a² എന്ന് നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും ഓർക്കേണ്ടത് ഇവിടെ സെയിം മാസ് എന്നൊരു ആസ്പെക്റ്റ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവൻ്റെ 3 മെറ്റലിൻ്റെയും 3 സ്ട്രക്ചറിൻ്റെയും ഡെൻസിറ്റി സെയിം എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ m ഡിവിഷൻ ബൈ a³ ആണ് അല്ലേ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അത് പ്രകാരം നമുക്ക് a³ വാല്യൂ m/ρ ആയിട്ട് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ എന്ന് പറയുന്നത് m/ρ റൈസ് ടു ദാറ്റ് 1/3 ആയി. സോ a² എന്ന് പറയുന്നത് ഈക്വൽ ടു m/ρ ഇൻറ്റു റൈസ് ടു 2/3. സോ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 ഇൻറ്റു m/ρ റൈസ് ടു 2/3 എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് പ്രകാരം നമ്മുടെ സിലിണ്ടറിൻ്റെ കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ പറയാം? പക്ഷെ സിലിണ്ടർ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ ഒരു ഡേറ്റ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് h എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്ററിന് തുല്യമാണ് എന്നൊരു ആസ്പെക്ട്സ് മറന്നു പോകരുത്. അപ്പോൾ ഒരു സിലിണ്ടർ പ്രകാരം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ സിലിണ്ടർ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ സർഫസ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ കർവ്ഡ് സർഫസ് ഏരിയ 2πrh ഫ്ലാറ്റ് സർഫസ് ഏരിയ 2 × πr² ആണ്. അതിൽ നമ്മുടെ എച്ചിൻ്റെ വാല്യൂ 2r ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ വി ഗെറ്റ് ആസ് 4πr² പ്ലസ് 2πr². ദാറ്റ് മീൻസ് ഇസ് ഈക്വൽ ടു 6πr². പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെയും നമ്മൾ ഒരേ രൂപത്തിലേക്ക് വരാൻ വേണ്ടി ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവിഷൻ ബൈ വോളിയം ആകണം. വോളിയം എന്ന് പറയുന്നത് πr²h ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ h എന്ന് പറയുന്നത് 2r ആയിട്ട് മാറുന്നു. അപ്പോൾ m ഡിവിഷൻ ബൈ 2πr³ ആണ് അവിടുത്തെ ഡെൻസിറ്റി ആയിട്ട് വരിക. അപ്പോൾ അത് പ്രകാരം നമുക്ക് r³ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ വി ക്യാൻ റൈറ്റ് ദാറ്റ് m ഡിവിഷൻ ബൈ 2πρ. അങ്ങനെയാണെങ്കിൽ r² വാല്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു m ബൈ 2πρ ദാറ്റ് മച്ച് റൈസ് ടു 2/3. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6π ദാറ്റ് മച്ച് ഇൻറ്റു 6π ഇൻറ്റു r² എന്ന് പറയുന്നത് m ബൈ 2πρ ദ ഹോൾ റൈസ് ടു 2/3. നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ആ റേഷ്യോ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിയണം. അത് എന്നാൽ മാത്രമേ കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആവും.
നമുക്ക് ഒരു ബോഡിയുടെ നമുക്കിവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ സ്പിയർ ആണ്. അപ്പം സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സർഫസ് ഏരിയ 4πr² ആയിട്ടാണ് തന്നിരിക്കുക. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് അവൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സോ 4/3πr³ ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ നമുക്ക് r² വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 3m ഡിവിഷൻ ബൈ 4πρ ദ ഹോൾ റൈസ് ടു 2/3 2/3. സോ ആ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സോ നമുക്ക് സ്പിയറിൻ്റെ ഏരിയ ആണ്, സർഫസ് ഏരിയ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr² ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു 3m ഡിവിഷൻ ബൈ 4πρ ദാറ്റ് മച്ച് ഇൻറ്റു 2/3. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്യൂബിൻ്റെ സർഫസ് ഏരിയ ദിസ് ഈസ് ദ കേസ്, ദെൻ അടുത്ത സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ കേസ്, ആൻഡ് കറസ്പോണ്ടിങ് സ്പിയർ എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മളത് ഡിവൈഡ് ചെയ്ത് കളയുക. അപ്പോൾ ആ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ വി ക്യാൻ സേ ദ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് ഈസ് ഗ്രേറ്റർ, ആൻഡ് അത് പ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് പറയാം. സോ അതുകൊണ്ട് തന്നെ ദാറ്റ് കൂളാകുന്നത് ക്യൂബായിരിക്കും ആദ്യം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. So we can move with question number 59. An LED display consists of 100 pixels per centimeter square. Consider that the diameter of the pupils of the eye is 5 mm and average wavelength of the display is 575 nanometer. What is the nearest distance from the display of one can be at such that the display does not appear pixelated? അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് റെസൊല്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് വരേണ്ടത്. നമ്മൾ ടെലസ്കോപ്പ് കൺസിഡർ ചെയ്യുന്ന മാതിരി ഐയെ നമ്മൾ കൺസിഡർ ചെയ്താൽ ദി ആങ്കുലാർ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് d θ എന്ന് പറയുന്നത് 1.22 ലാംഡ ഡിവിഷൻ ബൈ ദാറ്റ് അപ്പർച്ചർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ആങ്കുലാർ റെസൊല്യൂഷൻ, ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ രണ്ട് ഓബ്ജക്ട്സുകളെ കാണുന്നു, നമ്മൾ ഈ കണ്ണിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് അവിടെ d θ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ പറയുന്ന ഒരു ചെറിയ ഒരു ഇതിൻ്റെ ക്യൂബിൻ്റെ ലെങ്ത് ആണ്, അതിന് ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് d θ നമുക്ക് L/r എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് 1.22 ലാംഡ ഡിവിഷൻ ബൈ അപ്പർച്ചർ. അപ്പർച്ചർ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു L അപ്പർച്ചർ ഡിവിഷൻ ബൈ 1.22 ലാംഡ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെ നമുക്ക് അപ്പർച്ചർ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ് പറഞ്ഞിട്ടുണ്ട്, 100 പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം 100 പിക്സൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് കറസ്പോണ്ട് ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അപ്പോൾ ഒരു പിക്സലിന് കറസ്പോണ്ട്സ് നമുക്ക് പറയാൻ പറ്റുന്നത് 10⁻⁻² സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കേണ്ടതൊരു കാര്യം, അവൻ്റെ സൈഡ് L ആണെങ്കിൽ L² കറസ്പോണ്ട്സ് ടു 10⁻⁻² സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ദെയർ. അപ്പോൾ L എന്ന് പറയുന്നത് റഫ്ലി 10⁻⁻1 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 10⁻⁻³ മീറ്റർ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് r കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയി കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു r ഈക്വൽ ടു L. L ഈസ് വാട്ട് 10⁻⁻3. ദാറ്റ് ഡയമീറ്റർ ഈസ് 5 mm എന്നാണ് നമ്മളോട് പറയുന്നത്. ദാറ്റ് ഡിവിഷൻ ബൈ 1.22 ഇൻറ്റു വേവ് ലെങ്ത് 5.75 നാനോമീറ്റർ ആണ്. സോ 10⁻⁻7. So on solving we get the value as 7.12 meter. അപ്പോൾ that is the very important concept. ടെലസ്കോപ്പ് മാതിരി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് ബൈ റേഡിയസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ. 100 പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ മീനിങ് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഹിയർ ദ ടു ഈക്വൽ പോസിറ്റീവ് ചാർജസ് Q are placed at the vertices B and BC of an isosceles triangle of base A
height h, and h is given as is equal to that 3 root 3a by 2. When a charge q dash is placed at A, it is found that at a point inside the triangle, the net electric field due to the 3 charges vanishes. If this point is at a height h by 3, then what is q dash? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് എച്ച് ബൈ 3 എന്ന് പറയുന്ന ഹൈറ്റിലാണ്. അപ്പോൾ എച്ച് ബൈ 3 നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ വാല്യൂ റൂട്ട് 3a by 2 ആയിട്ട് മാറും, ഓർക്കുക. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ഇവിടെ നമ്മളത് ഓയിൽ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എ മുതൽ ഇതുവരെയുള്ള സെപ്പറേഷൻ ഏതാണ്? എച്ച് ബൈ 3 ആണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 2 ഇൻറ്റു എച്ച് ബൈ 3 ആണ് അല്ലേ? അപ്പോൾ സ്വാഭാവികപരമായിട്ടും 2 ഇൻറ്റു എച്ച് ബൈ 3 എന്നുള്ളത് കണ്ടുപിടിച്ചാൽ 2 ഇൻറ്റു എച്ച് ബൈ 3, അപ്പോൾ 2 ക്യാൻസൽ ആണ്. സോ റൂട്ട് 3a ആയിട്ട് മാറും. അതൊരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിയിലും സിയിലും നിന്ന് ഓയിലേക്കുള്ള അകലം എന്താണ്? അത് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ വാല്യൂ നമുക്ക് എച്ച് ബൈ 3 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എ ബൈ 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ പൈതഗോറിയൻ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് that h by 3 that much square plus a by 2 the whole square. So that is equal to h by 3 എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ റൂട്ട് 3a by 2 ആണ് അല്ലേ? So that much square. So that is equal to root 3a square. അപ്പോൾ 3a square by 2 square as 4 plus a square by 4 എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടിക്കഴിഞ്ഞു. ദ എക്സ് എന്ന് പറയുന്നത് എ എന്നുള്ള കൺസെപ്റ്റിൽ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം ഇവൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്ന് പിക്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മനസ്സിൽ വരേണ്ടത് ഇവിടെ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ ഇത് ക്യൂ ഡാഷ് എന്നാണ് പറയുന്നത്, അവനവനെ ഇങ്ങോട്ട് തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ എന്ന് പറയുന്നത് കെ ഇൻറ്റു ആ ചാർജ് ഡിവിഷൻ ബൈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ റൂട്ട് 3a ആണ്. സോ സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ബിയുടെയും സിയുടെയും കോൺട്രിബ്യൂഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ അത് കെ ഇൻറ്റു ക്യൂ ഡിവിഷൻ ബൈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്, ഇവിടെ എ ആണ്. സോ എ സ്ക്വയർ ആയിട്ട് പറയാം. പക്ഷെ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ ടെസ്റ്റ് ചാർജിനെ ഈ ബി എന്ന് പറയുന്നത് തള്ളുമെന്ന് നമുക്കറിയാം. സോ ദിസ് ഈസ് ദ വാല്യൂ ഫോർ ബി. അതേപോലെ സി എന്ന് പറയുന്നവനും അവനെ തള്ളുവാൻ. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇതൊരു തീറ്റ എന്നൊരു ആംഗിൾ ഉണ്ടെങ്കിൽ ഈ ഇ ബിയെ നമുക്ക് 2 കമ്പോണൻറ്റുകളായിട്ട് മുറിക്കാം. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇ ബി കോസ് തീറ്റയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവനെയും ഇതേപോലെ തന്നെ നമ്മൾ 2 കമ്പോണൻറ്റുകളായിട്ട് മുറിച്ചാൽ ഇവിടെ ഇ ബി സൈൻ തീറ്റ വരും, ഇവിടെ നമ്മൾ വീണ്ടും ഇ ബി കോസ് തീറ്റയായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് 2 ഇ ബി കോസ് തീറ്റയും താഴോട്ട് നമ്മുടെ ഈ എയുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. പക്ഷെ അവിടെ 0 ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ 0 ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇ എ ഷുഡ് ഈക്വൽ ടു 2 ഇ ബി കോസ് തീറ്റ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ തീറ്റ കണ്ടുപിടിക്കേണ്ടത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മളെ മനസ്സിൽ ഓർക്കേണ്ടത് ഇത് ഒരു തീറ്റയാണെങ്കിൽ ടാൻ തീറ്റ നമ്മൾ കൺസിഡർ ചെയ്താൽ ഓപ്പോസിറ്റ് h3 ഡിവിഷൻ ബൈ ദാറ്റ് അഡ്ജസൻറ്റ് a by 2. അപ്പോൾ h3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു റൂട്ട് 3a by 2 ബൈ a by 2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടി ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റൂട്ട് 3 ആയി മാറി. എന്ന് വെച്ചാൽ തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയി. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് 30 ആകും അല്ലേ? അപ്പോൾ നമ്മുടെ തീറ്റയുടെ വാല്യൂ 30 ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് 2 ഇ ബി കോസ് തീറ്റയാണ്. അപ്പോൾ അതിന് പ്രകാരം നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ദാറ്റ് ഈസ് കെ ഇൻറ്റു ക്യൂ ഡാഷ് ബൈ റൂട്ട് 3a സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു കെ ക്യൂ ഡിവിഷൻ ബൈ എ സ്ക്വയർ ഇൻറ്റു ദാറ്റ് കോസ് 30 ആസ് നത്തിങ് ബട്ട് ഈക്വൽ ടു റൂട്ട് 3 by 2. കോസ് 30 റൂട്ട് 3 by 2 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അത് പ്രകാരം നമ്മളൊന്ന് സോൾവ് ചെയ്താൽ കെ നമുക്ക് ക്യാൻസലായി പോയി, ഒരു 2 ക്യാൻസലായി, ഒരു എ സ്ക്വയർ ക്യാൻസലായി. സോ സിമ്പിളായിട്ട് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് 3 റൂട്ട് 3 ക്യൂ ആയിട്ട് നമുക്ക് എടുക്കാം വിത്ത് എ പോസിറ്റീവ് സൈൻ.
and hence we can take B as the answer. അപ്പോൾ 2019 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെയൊക്കെ നിലവാരം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ജെഇ മെയിനേക്കാളും നല്ല ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചിരിക്കുന്നത്. തിയറി വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഏറ്റവും നല്ല സ്കോറിങ്ങിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ പറ്റൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. സോ ട്രൈ ടു ഡു മാക്സിമം MCQs. Take care. God bless you.